ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പം ഒരേ വിഷയം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആക്ച്വലി റെപ്പിറ്റീഷൻ അല്ല, ഒരേ കാര്യം പല രീതിയിൽ പറയുന്നതാണ്. ഒരേ കാര്യം പല രീതിയിൽ പറയേണ്ട ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശം വ്യക്തമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആ അടിസ്ഥാന ഉപദേശത്തെ തിരിച്ചും മറിച്ചും തിരിച്ചും ചോദ്യം ചെയ്യുന്നത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. അങ്ങനെ മനുഷ്യന്റെ ഈ പ്രവണതയുടെ കാരണം കൊണ്ട് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരു സിസ്റ്റം നാം ദൈവവചനത്തിൽ കാണുന്നു. നമ്മളും ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാലോ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാലോ, ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചാലോ, സഭായോഗത്തിൽ പഠിപ്പിച്ചാലോ, പഠിപ്പിക്കുന്ന സമയമാണെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതെത്ര സ്റ്റുപ്പിഡായിട്ട് തോന്നിയാൽ പോലും ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്ന ആള് സിൻസിയർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനത്തിൽ അത് തന്നെയാണ് നാം കാണുന്നത്. ഇതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഉപദേശം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള ഉപദേശം ദൈവാത്മാവ് വ്യക്തമാക്കുന്ന. അതിനു മുൻപ് കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം, 2-ാം ഭാഗം, ഇതെല്ലാം ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3-ാം അധ്യായത്തിൽ ഉപദേശം വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വിശ്വാസികൾ ചോദിക്കാൻ സാധ്യതയുള്ളതും ഗലാത്യയിൽ അവർ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു 3-ാം സെക്ഷനിൽ നാം കണ്ടത്. ന്യായപ്രമാണം വന്നതോടെ ആ വിശ്വാസത്താലെയുള്ള നീതീകരണം മാറിപ്പോയില്ലേ? കാരണം വിശ്വാസത്താലെയുള്ള നീതീകരണം കഴിഞ്ഞ ന്യായപ്രമാണം വന്ന്, അതുകൊണ്ട് ഇതിന്റെ കാരണം കൊണ്ട് അത് നീങ്ങിപ്പോയില്ലേ എന്ന് ദൈവജനം ചോദിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ഗലാത്യ വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇടയ്ക്കുള്ള ഒരു വാദം തർക്കം അതൊക്കെ ആയിരുന്നു. അതിന് ദൈവാത്മാവ് 15 തൊട്ട് 18 വാക്യങ്ങളിൽ മറുപടി പറയുന്നു. അത് കഴിഞ്ഞ് 19 തൊട്ട് 25 വരെയുള്ള ഒരു ദീർഘ പാരഗ്രാഫിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന് മറുപടി ഓൾറെഡി ദൈവാത്മാവ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ വിശ്വാസികളുടെ ഒരു പ്രത്യേകത, ഈ ഉപദേശം വിട്ട് ദുരുപദേശത്തെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പല രീതിയിലുള്ള കുടുക്ക് ചോദ്യങ്ങൾ വിശ്വാസികൾ തന്നെ ചോദിക്കും. കാരണം അവരുടെ മനസ്സിൽ ദുരുപദേശത്തോടുള്ള ആ സ്നേഹം, ആ മോഹം, ആ ചായ്വ് അവിടെ കിടക്കുന്നു. അങ്ങനെ ഉള്ള ആളുകൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്നേ പിന്നെ ന്യായപ്രമാണത്തിന്റെ ആവശ്യം എന്തായിരുന്നു? വിശ്വാസത്താലെ അബ്രഹാമിന് നീതീകരണം നൽകി. അബ്രഹാമിന് മുൻപും വിശ്വാസത്താലെയായിരുന്നു നീതീകരണം. ന്യായപ്രമാണം വന്നു കഴിഞ്ഞും വിശ്വാസത്താലെ ആ നീതീകരണം. കൃപായുഗത്തിലും വിശ്വാസത്താലെ പിന്നെന്തിനായി ന്യായപ്രമാണം ദൈവം കൊണ്ടുവന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന്, ആ എഴുതിയിരിക്കുന്ന ആ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം ഭാഗം അതിന്റെ മറുപടിയാണ്. ന്യായപ്രമാണത്തിന്റെ പർപ്പസ്, എന്തിനാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്? ഇത് റെപ്പിറ്റീഷൻ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ മറ്റൊരു രീതിയിലാണ്. ഞാനും റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചിലര് കേട്ട ഉടനെ അത് അംഗീകരിക്കും, ചിലർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മടുത്തു പോകരുത്.
ചിലർ ചോദിക്കുന്ന ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അവര് മനഃപൂർവ്വം ചെയ്യുവാന്ന് തോന്നും. എന്നാലും നാം മറുപടി പറയണം. നമുക്ക് ദൈവാത്മാവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മാതൃക അതാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-25 എന്തിന് ന്യായപ്രമാണം നൽകപ്പെട്ടു എന്ന് ദൈവാത്മാവ് ഒരു പ്രാവശ്യം കൂടെ വ്യക്തമാക്കുന്നു. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഈ നമ്മൾ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നത്, അത് ചില സമയത്ത് അത് വളരെ ആയിരിക്കും. ദൈവജനം ഒരു ചെറിയ സംഖ്യ ആയിരുന്നപ്പോൾ, അബ്രഹാമിന്റെ മക്കൾ, സന്തതിയുടെ സന്തതി, ഈജിപ്തിൽ എത്തിയപ്പോൾ ഒരു 400 പേര് അപ്രോക്സിമേറ്റ്ലി. എന്നാൽ ഈജിപ്തിൽ നിന്ന് മോചനം ലഭിച്ച് മുൻപോട്ട് പോയപ്പോൾ അവർ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. ഈ 40 വർഷം ദൈവം അവരെ പോഷിപ്പിച്ചു. കൃഷിയില്ലായിരുന്നു, മൃഗങ്ങളെ വളർത്തുമായിരുന്നു, കൃഷിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള എല്ലാ രീതിയിലും പോഷണം പ്രാപിച്ച് ഈ 40 വർഷം അവർ ഫർദർ പെറ്റുപെരുകി കാണും. ഈ ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെ ദശലക്ഷക്കണക്കിന് ആളുകൾ കനാനിൽ പോയി സെറ്റിൽ ആകുമ്പം അവരുടെ ജീവിതം അതിന് മുൻപുള്ള രീതിയിലുള്ള ജീവിതം ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കേണ്ടത് ആവശ്യമായി തീർന്നു. അപ്പൊ അങ്ങനെ ഓരോ സിറ്റുവേഷനനുസരിച്ചാണ് എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം ചേർത്തതാണ്. ആരാണ് ഈ വാഗ്ദത്ത സന്തതി? വാഗ്ദത്തം ലഭിച്ച സന്തതി അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു ഹിന്റാണ്. രണ്ടാമത്തെ കാര്യം, ലംഘനങ്ങൾ നിമിത്തം ഈ ദൈവജനം ദശലക്ഷക്കണക്കിന് കനാനിൽ സെറ്റിലായി കഴിയുമ്പോൾ സാമൂഹിക തലത്തിലുള്ള ലംഘനങ്ങൾ, ആത്മീക തലത്തിലുള്ള ലംഘനങ്ങൾ, രാഷ്ട്രീയ തലത്തിലുള്ള ലംഘനങ്ങൾ, ഇതെല്ലാം വരുവാൻ സാധ്യത ഉണ്ടായിരുന്നു, വന്നു. അത് പഴയ നിയമത്തിലെ ഹിസ്റ്ററി വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഈ സാമൂഹിക ലംഘനവും ആത്മീക ലംഘനവും ധാർമ്മിക ലംഘനം സീനൈ മലയിൽ തന്നെ തുടങ്ങിയായിരുന്നു. സോ ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. പഴയ നിയമത്തിൽ ദൂതന്മാരുടെ ഇൻവോൾവ്മെന്റ് വളരെ ഉണ്ടായിരുന്നു. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ദൈവവചനം ഇത് ഓർപ്പിക്കുന്നു. മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ മധ്യസ്ഥൻ എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നില്ല. അത് നമ്മൾ അത് ഊഹിച്ച് എടുക്കേണ്ടതാണ്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ന്യായപ്രമാണത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തതിന് കർത്താവായ യേശുക്രിസ്തു മത്തായി 5:17 എടുത്തു പറയുന്നുണ്ട്. മത്തായി 5:17, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് ന്യായപ്രമാണത്തിന്റെ ചടങ്ങുകളും ന്യായപ്രമാണം സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നതും അല്ലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ആവശ്യപ്പെടുന്നതും നൈതിക ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് ആവശ്യപ്പെടുന്നതും ഇതെല്ലാം നിവർത്തിച്ചത്, പൂർണ്ണമായത് കർത്താവായ യേശുക്രിസ്തു അല്ല. കർത്താവായ യേശുക്രിസ്തുവാണ്
ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിച്ച ഏക മനുഷ്യൻ. ന്യായപ്രമാണത്തിന്റെ 3 പോർഷൻസ് ഒരുപോലെ അനുസരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞപ്പോൾ മോശയിൽ കൂടെ ദൈവം നൽകിയ 5 ബുക്സിനെ കുറിച്ചാണ്. ഈ 5 ബുക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞതോടെ ദൈവശ്വാസീയമായ വിശുദ്ധ തിരുവെഴുത്ത് അത് എത്ര റിലയബിൾ ആണെന്നും അതിലുള്ള വള്ളിയും പുള്ളിയും നമ്മളും മാറ്റാൻ വേണ്ടി നോക്കരുത്, അത് അനുസരിക്കണം എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാണ്. ഈ നമ്മളിപ്പം ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിച്ച ഗലാത്യർ 19:25 ന്യായപ്രമാണത്തിന് ഒരു സിംഗിൾ പർപ്പസ് അല്ലായിരുന്നു. ന്യായപ്രമാണം നൽകപ്പെട്ടത് അതിന് പല പർപ്പസ് ഉണ്ടായിരുന്നു, പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് 3 ഭാഗങ്ങൾ തന്നെ ഉള്ളത്. ന്യായപ്രമാണത്തിന്റെ സോഷ്യൽ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിക്കുന്ന അത് യഹൂദന്മാർ ദശലക്ഷക്കണക്കിന് ആളുകൾ അവർ കനാൻ നാട്ടിൽ പാർക്കുമ്പം അവരുടെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് അത് നൽകിയത്. നൈതിക ധാർമ്മിക ന്യായപ്രമാണം നൽകിയത് എന്നും ദൈവജനം നൈതിക ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ്, അത് ആക്കാനാണ്. പിന്നെ ചടങ്ങുകൾ നൽകിയത് അത് യഹൂദന്മാർ ദൈവഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് മുൻപ് ദൈവഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ ഈ ചടങ്ങുകളിൽ കൂടെ അവർ സ്വന്തം പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്വന്തം പാപം ഏറ്റുപറയാൻ പഠിക്കുകയും വരുവാനിരിക്കുന്ന ആ കുഞ്ഞാടിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമായിരുന്നു. അതിനായിരുന്നു ഈ സാക്രിഫൈസസ് വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ദൈവജനത്തിന് നൽകിയ സമൃദ്ധിയിൽ നിന്നൊരു പോർഷൻ ദൈവത്തിന് കൊടുക്കാൻ അവർ പഠിക്കണമായിരുന്നു. ആ ചില യാഗങ്ങൾ അതിനു വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിന് മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തു. ഈ വാഗ്ദത്തം ലഭിച്ച സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദത്തത്തിൽ കൂടെയുള്ള സന്തതി, അത് കർത്താവായ യേശു ക്രിസ്തു ആണ്. വരുവോളം ദൈവജനം ലംഘനത്തിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലംഘനം അത് ദൈവം മുൻപാകെ തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ന്യായപ്രമാണം നൽകപ്പെട്ടത്. 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ദൈവത്തിൽ നിന്ന്, ഇതിനു മുൻപ് ഞാൻ മീഡിയേറ്റർ എന്നുള്ള വാക്ക് വായിച്ചല്ലോ, നമ്മൾ അത് ഇവിടെ ആയിരുന്നു. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞിരുന്നല്ലോ, അവിടെ മധ്യസ്ഥൻ എന്നുള്ളത് അവിടെ വ്യക്തമല്ലെന്ന്. ആക്ച്വലി ഈ മധ്യസ്ഥർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനം മനുഷ്യർക്ക് കൊടുത്ത ആളുകളെയാണ്. ഈ ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സിന്റെ, ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സഞ്ചേഴ്സ് ഉള്ള അർത്ഥം കൂടെ ഉണ്ട്. മെസ്സഞ്ചേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. ഇതിന്റെ എല്ലാം പർപ്പസ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ നിന്ന് പഴയ നിയമകാലത്ത് ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾ ദൈവജനത്തിന്റെ അടുത്ത് എത്തിക്കണം. ഇതേ കാര്യം നമ്മൾ ദൈവവചനത്തിൽ മറ്റു പല ഭാഗത്തിൽ കാണുന്നുണ്ട്. റോമലേഖനം 5:20 നാം വായിക്കുന്നത്,
റോമാലേഖനം 5:20, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അത് വായിച്ചാല് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നെന്ന പറഞ്ഞതിന്റെ ഉദ്ദേശം, ദൈവജനത്തിന്റെ മധ്യേ അവര് ഒരു രാഷ്ട്രത്തിൽ താമസിക്കുക, ലംഘനം പെരുകും. അതിന്റെ കാരണം കൊണ്ട് ന്യായപ്രമാണം വന്നു ഈ ലംഘനം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഈ നമ്മുടെ ഭാഷയിൽ ഈ കിടക്കുന്ന സ്ട്രക്ചർ വായിച്ചു കഴിഞ്ഞാൽ പെരുകുവാൻ വേണ്ടി, ലംഘനം പെരുകേണ്ടതിന് എന്നുള്ളത് നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കുന്നത് ലംഘനം പെരുകുവാൻ വേണ്ടി ന്യായപ്രമാണം വന്നു. അതല്ല ഇതിന്റെ വ്യാഖ്യാനം. തലവേദനയ്ക്ക് ക്രോസിൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ തലവേദന ഉണ്ടാകാൻ ക്രോസിൻ കഴിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. തലവേദന ഉള്ളതുകൊണ്ട് അത് മാറിപ്പോകാൻ ക്രോസിൻ കഴിക്കണമെന്നാണ്. അതുപോലെ നമ്മുടെ ഭാഷയിൽ എങ്ങനെ പെരുകേണ്ടതിനെന്ന് ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ലംഘനം പെരുകുന്നു, അത് പെരുകുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി, നിയന്ത്രണത്തിൽ നിർത്തുവാൻ വേണ്ടിയാണ് ന്യായപ്രമാണം നൽകിയത്. ഈ പദപ്രയോഗം ദൈവജനം പ്രത്യേകം മനസ്സിലാക്കണം. പെരുകേണ്ടതിന് ന്യായപ്രമാണം നൽകി, തലവേദനയ്ക്ക് ക്രോസിൻ കഴിക്കണം, തലവേദന ഉണ്ടാകുവാൻ വേണ്ടിയല്ല, തലവേദന മാറിപ്പോകാൻ. അതേ രീതിയിലുള്ള അതിന്റെ സമാന്തരമായ ഒരു പദപ്രയോഗമാണ് ലംഘനം പെരുകേണ്ടതിന്. ന്യായപ്രമാണം ആ പെരുകുന്ന ലംഘനത്തെക്കുറിച്ച് ദൈവജനത്തിന് ദൈവജനത്തെ ബോധ്യമാക്കി കൊടുക്കും എന്നുള്ള അർത്ഥമാണ്. അത് ഗ്രീക്കിൽ നിന്ന് നമ്മുടെ ഭാഷയിലോട്ട് വന്നു കഴിയുമ്പം മലയാളത്തിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 1 തിമോത്തിയോസ് 1:9 ന്യായപ്രമാണം നീതിമാനല്ല, പ്രത്യുത അധർമ്മികൾ, അനുസരണക്കെട്ടവർ, അഭക്തർ, പാപികൾ, അശുദ്ധർ, പാഹ്യന്മാർ, പിതൃഹന്താക്കന്മാർ, മാതൃഹന്താക്കന്മാർ, കൊലപാതകന്മാർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ദൈവം അനുവദിക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ദൈവജനം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ അബ്രഹാമിന് വിശ്വാസത്താൽ നീതീകരണം കൊടുത്തല്ലോ, പിന്നെന്തിനാ ന്യായപ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല വശങ്ങളുണ്ട്. അതിൽ ഒരു വശം ഇവിടെ പിന്നെയും വ്യക്തമാക്കിയിരിക്കുന്നു. റോമാലേഖനം 3:20 പറയുന്നത്, റോമർ 3:20 ഒരു പ്രാവശ്യം കൂടെ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ ദൃഷ്ടിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇതേ ആശയമാണ് നമ്മൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള വാക്യങ്ങൾ വായിച്ചു തുടങ്ങിയതിൽ എല്ലാത്തിലും ഓർപ്പിക്കുന്നത്. ലംഘനം പെരുകുന്നത് കൊണ്ട് അത് മനസ്സിലാക്കുവാൻ വേണ്ടി ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. ഇതിന്റെ മറ്റൊരു വശം റോമാലേഖനം 7:7 നാം കാണുന്നു. റോമർ 7:7, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? എന്തുകൊണ്ട് ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് ഇത്രയും പ്രാവശ്യം ന്യായപ്രമാണത്തിന്റെ പല വശങ്ങളെക്കുറിച്ച് പറയുന്നു? അതിനോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അബ്രഹാമിന്റെ വിശ്വാസത്തെ എന്തുകൊണ്ട് പുതിയ നിയമം എടുത്തെടുത്ത് ആവർത്തിച്ചു പറയുന്നു? ഇതിൻ്റെ എല്ലാം മൂലകാരണം നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യമാണ്. ഏതെങ്കിലും ഒരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അതിനെ ചോദ്യം ചെയ്യണം
എന്നുള്ള പ്രവണത ദൈവജനത്തിന്റെ മധ്യമുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട് അർത്ഥമില്ല. എന്നാൽ എന്ത് പറഞ്ഞാലും, ദൈവജനത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ദൈവജനത്തിന്റെ മധ്യേ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കോൺഗ്രിഗേഷനിൽ ദൈവം ചിലരെയൊക്കെ ദൈവവചനം പഠിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ അധികം കാണും. ഏത് വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചേ പറ്റൂ. അത് തന്നെ 2-3 രീതിയിലുണ്ട്. ഒന്ന്, പർപ്പസ്ലി ഉള്ള കുടുക്ക് ചോദ്യമല്ല, സംശയം. എന്ത് പറഞ്ഞാലും സംശയമുള്ള ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചുമതലയാണ്. മറ്റൊന്ന്, ഞാൻ അത്ര കുറവൊന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുടുക്ക് ചോദ്യങ്ങൾ. മറ്റൊന്ന്, ദൈവവചനത്തെ തള്ളി പറയുവാൻ വേണ്ടിയല്ല, ദൈവവചനത്തിന്റെ വസ്തുതകളെ നിഷേധിക്കുവാൻ വേണ്ടിയുള്ള കുടുക്ക് ചോദ്യങ്ങൾ. ഇതെല്ലാം ഒരു ബൈബിൾ ടീച്ചർ ഇതെല്ലാം മനസ്സിലാക്കി ക്ഷമയോടെ ഇതിനെല്ലാം വേണ്ട രീതിയിൽ മറുപടി പറയണം. കുടുക്ക് ചോദ്യം ചോദിക്കുന്നവനോട് അവന്റെ മിടുക്കിനനുസരിച്ച് അവനെ വേണ്ടി വന്ന ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള മറുപടി. അവനോട് കോപിക്കുകയല്ല. കോപിക്കുന്നതുകൊണ്ട് ആരും ഫിക്സ് ആകത്തില്ല. കോപിക്കുമ്പോൾ അവന്റെ ലക്ഷ്യം പൂർത്തിയാകുകയാണ്. നേരെ മറിച്ച് അവൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാത്ത രീതിയിൽ അവനെ ഫിക്സ് ചെയ്യാവുന്ന മറുപടിയും പറയേണ്ടത് ആവശ്യമാണ്. ഇവിടെയുള്ള ബൈബിൾ ടീച്ചേഴ്സ് അത് പ്രത്യേകം മനസ്സിലാക്കണം. പേരൻസും ജ്യേഷ്ഠ സഹോദര സഹോദരിമാർ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അവർ അവരുടെ മക്കളോടും ഇളയ സഹോദര സഹോദരിമാരോടും സംസാരിക്കുമ്പോൾ എല്ലാവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഒരുപോലെ അല്ല. ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അവർ ഒരു ചോദ്യവും ചോദിക്കത്തില്ല. ചിലർക്ക് ഒരു കാര്യം പല പ്രാവശ്യം കേൾക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ചോദ്യം തന്നെ ചോദ്യമാണ്. ഇവരെ എല്ലാവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി നാം ആര് ചോദിച്ചാലും മറുപടി പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്യണം. റോമർ 7:7 നാം വായിക്കുന്നത്, ആകയാൽ നാം എന്തു പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളുമല്ല. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹം അറിയുമായിരുന്നില്ല. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് പാപം എന്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ന്യായപ്രമാണമാണല്ലോ പാപം എന്ന് ചിലർ ആർഗ്യ. എന്ത് പറഞ്ഞാലും ആർഗ്യ ചെയ്യാൻ നമ്മുടെ ഇടയ്ക്ക് ആളുകളുണ്ട്. അതിന്റെ മറുപടിയാണ്, ന്യായപ്രമാണം പാപമല്ല, ഒരു നാളുമല്ല. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിയത്തില്ല. അത് കഴിഞ്ഞുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹം അറിയുമായിരുന്നില്ല. ഇത് ചിലർ എന്ത് പറഞ്ഞാലും അത് ദുർവ്യാഖ്യാനം വന്നല്ല. അപ്പൊ ചിലർ ഉടനെ പറയും, ഓഹോ, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് മോഹം എന്ന് പറഞ്ഞ ഒരു കാര്യം, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ മോഹം ഉണ്ടാകത്തില്ലായിരുന്നേന്. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തെറ്റുകളുണ്ട്. മോഹം അതിലൊന്നാണ്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ആ തെറ്റിൽ തുടർന്നേനേം, മോഹം എന്നുള്ള തെറ്റിൽ തുടർന്നേനേം. ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് അത് തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായതും എനിക്ക് എന്നെ തന്നെ തിരുത്താൻ വേണ്ടി അവസരം ലഭിച്ചത്. എബ്രായ ലേഖനം 10:1 ഇതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എബ്രായർ 10:1 ന്യായപ്രമാണത്തിന് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമേ ഉള്ളൂ, സ്വരൂപം തന്നെയില്ല. അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവരെ ഒരു നാളും തികച്ചുകൂടാ. ന്യായപ്രമാണത്തിൽ ഉള്ള എല്ലാ യാഗങ്ങളും ചിലത് വർഷത്തിൽ ഒന്നായിരുന്നു, ചിലത് അതിനേക്കാൾ ഫ്രീക്വന്റ് ആയിട്ട് അർപ്പിക്കണമായിരുന്നു. ഇത് എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് നീതീകരണ ന്യായപ്രമാണത്താലേ അല്ല, അവൻ നീതിമാനല്ല എന്ന് അവന്റെ ജീവിതത്തിൽ
പ്രായോഗിക ജീവിതത്തിൽ അവൻ നീതിമാനല്ല എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. 20-ാം വാക്യം. അതിനെക്കുറിച്ചൊരു ഫർദർ ക്ലാരിഫിക്കേഷൻ. ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം. നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ മലയാളം ട്രാൻസ്ലേഷനിൽ വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഒരു വ്യക്തി മാത്രം ഒരു കാര്യം ചെയ്യുന്നു, രണ്ട് വ്യക്തികൾ, പരസ്പരം വിരോധമായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒരു കാര്യത്തിൽ ഒരു അഗ്രിമെന്റിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും കൂടെ തുലനം ചെയ്തിരിക്കുകയാണ്. ഒരു വ്യക്തി താൻ ഒരു തീരുമാനമെടുത്ത് അതിനനുസരിച്ചൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത് മനുഷ്യർക്ക് രക്ഷ അല്ലെങ്കിൽ നീതീകരണം നൽകിയത് ഒറ്റ ഒരു വ്യക്തിയുടെ തീരുമാനം കൊണ്ടാണ്, ദൈവത്തിന്റെ തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിന് മധ്യസ്ഥന്റെ ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യസ്ഥനാണെന്ന് പറയുന്നത് അത് രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനത്തെക്കുറിച്ചല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഡീൽ ചെയ്ത കാര്യത്തിന്റെ ഓരോ വശങ്ങൾ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ദൈവരക്ഷയെക്കുറിച്ചൊരു തീരുമാനം എടുത്തു, വിശ്വാസത്താൽ നീതീകരണം നൽകുന്നു. ഇതിന് ഒന്നിനൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. അത് ദൈവത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണ്. മധ്യസ്ഥൻ വേണ്ടി വന്ന് എവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പാപിയായ മനുഷ്യനെ നീതിമാനായ ദൈവത്തിന്റെയും മധ്യത്തിൽ നിന്ന് തന്റെ ക്രൂശിയാഗത്തിൽ കൂടെ അവരെ അടുത്തു കൊണ്ടുവന്നു. അതിനാണ് മധ്യസ്ഥന്റെ ആവശ്യം. എന്നാൽ മനുഷ്യന്റെ നീതീകരണം, വിശ്വാസത്താലെയുള്ള നീതീകരണം, അത് ദൈവത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കർത്താവിന് മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഏത് കാര്യത്തിലാണ് മനുഷ്യരെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്ന ആ വിഷയമല്ല, വിശ്വാസത്താലെ നീതീകരണം നൽകുന്നതിന് വേണ്ടി മധ്യസ്ഥന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ലെന്ന് പറഞ്ഞാൽ ദൈവ ഏകപക്ഷീയമായിട്ട് മനുഷ്യർക്ക് രക്ഷ നൽകുന്നു, നീതീകരണം നൽകുന്നു. അതിന് ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. അതാണ് ദൈവമോ ഒരുത്തൻ മാത്രം ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് മനുഷ്യരെ ദൈവമായിട്ട് അടുപ്പിക്കുമ്പോഴാണ്. അത് രക്ഷയുടെ വേറെ ഒരു വശമാണ്. ന്യായപ്രമാണത്തിന് പല വശങ്ങൾ ഉള്ളതുപോലെ തന്നെ രക്ഷയ്ക്കും പല വശങ്ങളുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. രക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിൽ പ്രവർത്തിച്ചപ്പം രണ്ട് പാർട്ടീസായിരുന്നു, പാപിയായ മനുഷ്യൻ, നീതിമാനായ ദൈവം. അതുകൊണ്ടാണ് കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തിക്ക് മധ്യസ്ഥന്റെ ആവശ്യം വന്നത്. കാരണം ഒരു സൈഡിൽ പാപിയായ മനുഷ്യനാണ്, ഒരു സൈഡിൽ നീതിമാനായ ദൈവമാണ്. ആൻഡ് രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ആയതുകൊണ്ട്, പ്ലസ് അതിലൊരു പാർട്ടി പാപ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ടും പാപത്തിലേക്ക് ചായ്വുള്ള പാർട്ടി ആയതുകൊണ്ടും ന്യായപ്രമാണം ആവശ്യമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പല വാക്യങ്ങളുണ്ട്. 1 തിമോത്തിയോസ് 2:5. 1 തിമോത്തിയോസ് 2:5 നാം വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തു തന്നെ. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മധ്യസ്ഥന്റെ ആവശ്യമില്ല, മറ്റു ചില കാര്യങ്ങളിൽ മധ്യസ്ഥന്റെ ആവശ്യമുണ്ട്. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞ് മനുഷ്യനെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന്
രക്ഷയും നീതീകരണവും പ്രാപിക്കാൻ അവിടെ മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇതെല്ലാം ഒരു വിഷയത്തിന്റെ പല വശങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. അപ്പൊ രക്ഷയുടെ ഈ രണ്ട് വശങ്ങളൂടെ ഇവിടെ എടുത്ത് പറഞ്ഞ് ദൈവാത്മാവ് വിഷയം വ്യക്തമാക്കുവാണ്. റോമാലേഖനം 3:30 പറയുന്നത്, റോമർ 3:30, ദൈവം ഒരുവനല്ലോ, അവൻ പരിച്ഛേദനക്കാരെ വിശ്വാസമൂലവും അഗ്രചർമ്മികളെ വിശ്വാസത്താലും നീതീകരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ, who will justify the circumcised by faith, uncircumcised through same faith. ദൈവം പരിച്ഛേദനക്കാരെ വിശ്വാസം മൂലം, അഗ്രചർമ്മികളെ അതേ വിശ്വാസത്താൽ മൂലമാണ് നീതീകരിക്കുന്നതെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രക്ഷയുടെ പല വശങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന്, ആ ദൈവത്തിന്റെ വശം, ദൈവം ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനം. അതുകൊണ്ടാണ് ഇവിടെ ദൈവം ഒരുവൻ പരിച്ഛേദനക്കാരെ വിശ്വാസം മൂലം നീതീകരിക്കുന്നു, പരിച്ഛേദന ഇല്ലാത്തവരെയും വിശ്വാസം മൂലം നീതീകരിക്കുന്നു. അവിടെ മധ്യസ്ഥനൊന്നുമില്ല. അപ്പം രക്ഷയുടെ തന്നെ മധ്യസ്ഥനില്ലാത്ത വശവും മധ്യസ്ഥനുള്ള വശവും തമ്മിലുള്ള അന്തരം വിശ്വാസികളായ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 3:21 നാം വായിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. അത്രയും പറഞ്ഞു വരുമ്പം ആരെങ്കിലും ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യും, ദൈവം രക്ഷ നൽകും, വിശ്വാസത്താലെ അബ്രഹാമിന്റെ സന്തതി രക്ഷ പ്രാപിക്കും, ലോകത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കും, അത് കഴിഞ്ഞ് പിന്നെ ന്യായപ്രമാണം കൊണ്ടെങ്കിൽ ന്യായപ്രമാണം തീർച്ചയായിട്ടും രക്ഷയ്ക്ക് എതിരാന്നല്ലോ എന്ന് ആരെങ്കിലും ആർഗ്യൂ ചെയ്യും. ആക്ച്വലി ബൈബിൾ ടീച്ചിങ്ങിൽ പോയി കഴിയുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുന്ന ഏതെല്ലാം രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് ആളുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഓരോ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഓരോരുത്തർ കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടെ ദൈവവചനവും അതില് ഗലാത്യയില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെല്ലാം മറുപടി പറഞ്ഞു പോവാണ്. അപ്പൊ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? ഒരു നാളും അല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണത്തിൽ കൂടെ അല്ല നീതീകരണം പ്രാപിക്കുന്നത്, ന്യായപ്രമാണത്തിൽ കൂടെ പാപം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണെന്ന് ചിലർ ആർഗ്യൂ ചെയ്തു തന്നിരിക്കും. അതിന്റെ ഒരു മറുപടിയാണ് ദൈവാത്മാവ് ഗലാത്യ ലേഖനം 3:23 തന്നിരിക്കുന്നത്. ന്യായപ്രമാണം നൽകിയിരിക്കുന്നെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം സാധ്യമായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിൽ കൂടെ കിട്ടിയേനെ എന്ന് അങ്ങനെയല്ല എന്ന് ദൈവാത്മാവ് ഇവിടെ പിന്നെയും ഓർപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം ലഭിക്കത്തില്ലെങ്കിൽ പിന്നെ ന്യായപ്രമാണത്തിന്റെ പ്രയോജനം എന്ത്? ന്യായപ്രമാണം കൃപയ്ക്ക് വിരോധമാണോ എന്ന് ചിലർ ചോദിക്കുന്നതിന്റെ ഒരു ആൻസറാണ്. അതിന്റെ മറുപടി പല പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ദൈവജനം ഇസ്രായേലിൽ ദൈവഭരണത്തിന് കീഴിൽ ഒരു രാഷ്ട്രമായിട്ട് താമസിച്ചപ്പോൾ കൃപയും ആവശ്യമായിരുന്നു, ന്യായപ്രമാണവും ആവശ്യമായിരുന്നു. അങ്ങനെ വരുമ്പോൾ കൃപയും ന്യായപ്രമാണം പരസ്പരം കൃപയും ന്യായപ്രമാണം തമ്മിൽ ഒരു വിരോധവുമില്ല. ന്യായപ്രമാണ ആളുകളെ നയിക്കുന്നു, അവരുടെ ബലഹീനതകളെയും പാപങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവരുടെ പാപങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ന്യായപ്രമാണം അവർക്ക് രക്ഷ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ വർഷം യാഗം ചെയ്തു, അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് പിന്നെയും ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ
ഒരു അക്യൂമുലേറ്റ് ആയിരിക്കുന്നു. ന്യായപ്രമാണം രക്ഷ നൽകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ ചിലരെങ്കിലും ആ ദൈവത്തിൻ്റെ കൃപയിൽ കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും. എല്ലാവരും മനസ്സിലാക്കുന്നില്ല. രക്ഷ പ്രാപിച്ചിട്ടുള്ള എല്ലാവരും രക്ഷയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നില്ല എന്ന് ദൈവജനം അത് അറിഞ്ഞിരിക്കണം. ഇന്ന് തന്നെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കുമ്പം എത്രയോ ആളുകൾ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് അറിയാതെ ഒരു ട്രാക്റ്റ് വായിച്ചു, മനുഷ്യൻ പാപിയാണ്, ഓ യെസ് ഞാൻ പാപിയാണ്, തൻ്റെ പാപത്തിന് തനിക്ക് പരിഹാരം സാധിക്കത്തില്ല, യെസ് സാധിക്കത്തില്ല, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിയാഗം നടത്തി, യെസ് ഐ ആക്സെപ്റ്റ് ഇറ്റ്, ആ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ഉടൻ തന്നെ കർത്താവെ അടിയൻ പാപിയാണ്, അടിയന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമർപ്പിച്ചു എന്ന് അടിയൻ മനസ്സിലാക്കി, ഇപ്പോൾ അങ്ങേ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ രക്ഷ പ്രാപിക്കുന്നു. എന്നാൽ രക്ഷയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നില്ല. രക്ഷയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ കയ്യിൽ ബൈബിളിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഈ വ്യക്തിയുടെ കയ്യിൽ ചിലപ്പോൾ ട്രാക്റ്റിന്റെ ഒരു കോപ്പി മാത്രമേ കാണത്തുള്ളൂ. ബൈബിളിന്റെ ഒരു കോപ്പി മാത്രമായതുകൊണ്ട് എല്ലാം മനസ്സിലാകത്തില്ല. ആ പൊരുൾ അത് തിരിച്ചു തരാതെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഷണ്ണൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിന്റെ ഒരു കോപ്പിയും ഉണ്ടായിരിക്കണം. അത് വ്യക്തമായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. സോ ന്യായപ്രമാണത്തിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും ന്യായപ്രമാണത്തിൽ കൂടെ ഞാൻ പാപിയാണ്, ആവർത്തിച്ച് യാഗങ്ങൾ കഴിച്ചിട്ടും ഞാൻ പാപിയാണ് എന്നുള്ള ആ റിപ്പീറ്റഡ് ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അത് മനസ്സിലാകും. അതാണ് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്. ന്യായപ്രമാണം നമുക്ക് നീതി നൽകുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ദൈവവചനത്തിൽ പല വാക്യങ്ങളുണ്ട്. ഇതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുകയും കുറച്ചുകൂടെ വെളിച്ചം ലഭിക്കുന്നതും ഉദാഹരണമായിട്ട് റോമാലേഖനം 3:20 നാം വായിക്കുന്നത്, റോമർ 3:20, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നീതീകരണം ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. സോ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ഓർപ്പിക്കുന്നത് ന്യായപ്രമാണം ആവശ്യമായിരുന്നു. കാരണം ന്യായപ്രമാണത്തിൽ കൂടെയാണ് പാപത്തിന്റെ പരിജ്ഞാനം വരുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, പുതിയ നിയമത്തിൽ ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ലല്ലോ, അപ്പം പിന്നെ പാപത്തിന്റെ പരിജ്ഞാനം എങ്ങനെയാ വരുന്നത്? നമ്മൾ യഹൂദന്മാരുടെ സാമൂഹ്യ നിയമങ്ങൾക്ക് അധീനരല്ല. അതുപോലെ അവരുടെ ചടങ്ങുകൾ അത് അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ന്യായപ്രമാണത്തിന് ഒരു ഭാഗം കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരു നാളും മറക്കരുത്. ന്യായപ്രമാണത്തിന്റെ നൈതിക ധാർമ്മിക പ്രിൻസിപ്പിൾസിന്റെ ഒരു ഭാഗം അത് അന്നും ആപ്ലിക്കബിൾ ആയിരുന്നു, ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആണ്. ആ നൈതിക ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ദൈവജനത്തെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ന്യായപ്രമാണത്തിന്റെ നൈതിക ധാർമ്മിക വശങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് കർത്താവ് മത്തായി 6-ാം അധ്യായത്തിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ എന്നും പറഞ്ഞ്. അത് പള്ളിക്കാർ ചൊല്ലുന്നു, അതുകൊണ്ട് നമുക്ക് അത് വേണ്ടെന്ന് ആളുകൾ വെച്ചു. കാരണം പള്ളിക്കാരത് ചൊല്ലുന്നത് അതിൻ്റെ ആക്ച്വൽ അർത്ഥം മനസ്സിലാക്കാതാണ് ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലണം എന്നല്ല കർത്താവ് പറഞ്ഞ് അവര് അത് ഓർക്കാതെ അങ്ങ് ചൊല്ലുകയാണ്. എന്നാൽ അതിൻ്റെ കൂടെ ദൈവവചനത്തിൽ നിന്ന് വേണ്ട പല കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചു. പട്ടത്തു സഭകളിൽ
ചെറുപ്രായം തൊട്ട് പിള്ളേരെ 10 കൽപ്പന പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല ശതമാനം ക്രിസ്ത്യ വിശ്വാസികൾ അവരുടെ മക്കളെ 10 കൽപ്പന പഠിപ്പിക്കാറില്ല. ആക്ച്വലി 10 കൽപ്പനയിൽ 9 കൽപ്പനകൾ ദൈവത്തിന്റെ നൈതിക ധാർമ്മിക നിയമത്തെ കാണിക്കുന്നത് മക്കളെ പഠിപ്പിക്കേണ്ട വളരെ കമ്പൽസറിയാണ്. സാബത്ത് ആചരിക്കുന്നത് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിലെ അവരുടെ സാമൂഹിക ആത്മീക ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്. ഈവൻ സാബത്ത് പോലും മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമില് മനുഷ്യൻ ആഴ്ചയിൽ ഒരു ദിവസം ബ്രേക്ക് എടുത്ത് ആ സമയം ദൈവത്തിന്റെ കൂടെ ചെലവഴിക്കേണ്ടതാണ് എന്ന് നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ സാബത്ത് ആചരിക്കുന്നില്ല, എന്നാൽ സാബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ പ്രിൻസിപ്പിൾ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമം അത് എഴുതി തള്ളേണ്ട കാര്യമല്ല. പഴയ നിയമത്തിലെ നൈതിക ധാർമ്മിക നിയമങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ ഇപ്പം വർഷങ്ങളായി, ദശാബ്ദങ്ങളായിട്ട് അത് അവഗണിക്കുന്നതിന്റെ കാരണം കൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം നമ്മുടെ മധ്യേ കുറഞ്ഞു വരികയാണ്. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇത് യഹൂദന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കുമാണ്. കഴിഞ്ഞ ഒരു 30 വർഷങ്ങളിൽ ലോകമെമ്പാടും ക്രിസ്തീയ വിശ്വാസികളുടെ മധ്യേ ധാരാളം സർവേ നടന്നിട്ടുണ്ട്. ആ നടന്ന സർവേസിൽ നിന്ന് വ്യക്തമാകുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള അന്തരം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. കാരണം അങ്ങനെ നന്മയും തിന്മയും ഉണ്ട്, തമ്മിൽ അന്തരമുണ്ട്. നമ്മൾ നന്മ തിരഞ്ഞെടുക്കണം എന്ന് ഈ തലമുറയ്ക്ക് വേണ്ട ടീച്ചിങ്സ് ലഭിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ഇപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, എന്നാലും ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്സിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള സഹോദരന്മാർക്ക് അത് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ജോഷ് മെക്ഡോവൽ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്, ഫേമസ് അമേരിക്കൻ എഴുത്തുകാരനാണ് ജോഷ് മെക്ഡോവൽ. വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്. ആ പുസ്തകം എല്ലാ ക്രിസ്ത്യൻ ബൈബിൾ ടീച്ചേഴ്സും എല്ലാ പേരൻസും വായിച്ചിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ അത് ഈസിലി അവൈലബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ആർക്കെങ്കിലും ആ പുസ്തകത്തിൽ വലിയ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഫോട്ടോ കോപ്പി ലഭ്യമാക്കാൻ സാധിക്കും. എന്നെയോ ഡോക്ടർ സനീഷിനെയോ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും വായിച്ചിരിക്കേണ്ട കാര്യമാണ്, ഒരു പുസ്തകമാണ്. വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇത് യഹൂദന് വേണ്ടി മാത്രമല്ല, ഇത് ന്യായപ്രമാണം നൽകപ്പെട്ട് കഴിഞ്ഞ് എല്ലാ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ പിന്നെയും ചിലപ്പം ആരെങ്കിലും ചോദിച്ചെന്നിരിക്കും, അപ്പൊ ബ്രദറെ ന്യായപ്രമാണത്തിന് മുൻപ് ദൈവം തൻ്റെ നൈതിക ധാർമ്മിക നിയമങ്ങളെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ധാരാളം ആളുകളെ എഴുന്നേൽപ്പിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ അറിവ് ലഭിക്കുന്നു. ഒന്ന്, നോഹ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തി. 2, ഹാനോക്ക് ഈവൻ കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് വരെ ദൈവജനത്തെ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഹാനോക്കിന്റെ സമയത്ത് വാമൊഴിയായിട്ട് ഹാനോക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചത് BC 400 ആയപ്പോഴത്തേക്ക് യഹൂദന്മാർ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അടിമകളായിട്ട് അന്യനാടുകളിൽ പോവുകയും അങ്ങനെ പോയതിന്റെ കാരണം കൊണ്ട് യഹൂദന്മാരുടെ മധ്യ വാമൊഴിയായിട്ട് ദൈവവചനം പ്രഖ്യാപിക്കുന്നത് നഷ്ടപ്പെടും എന്നോർത്ത് കുറേയേറെ യഹൂദന്മാരുടെ കുറേയേറെ സ്കോളേഴ്സ് ഒന്നിച്ചുകൂടി ഹാനോക്കിന്റെ അവർക്ക് ഓർമ്മയുണ്ടായിരുന്ന വാമൊഴിയായിട്ട് അറിയാവുന്നതെല്ലാം എഴുതി വെച്ചതാണ്
ബുക്ക് ഓഫ് ഈനക്, ഹാനോക്കിന്റെ ഗ്രന്ഥം. അതിൽ നിന്നാണ് യൂദായുടെ ലേഖനത്തിൽ ഒരു ഉദ്ധരണി എടുത്തിരിക്കുന്നത്. സോ ന്യായപ്രമാണം നൽകപ്പെടുന്നതിന് മുൻപ് അവർ പാപത്തെ നീതി എങ്ങനെ അറിഞ്ഞെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ന്യായപ്രമാണം എന്നുള്ള ഔദ്യോഗിക പേര് മോശ അല്ലെ മോശയിൽ കൂടെ ദൈവാത്മാവ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിപ്പിച്ച പിന്നാണ് ആ പേര് വന്നത്. എന്നാൽ ദൈവത്തിന്റെ നൈതിക ധാർമ്മിക ന്യായപ്രമാണം മനുഷ്യനുണ്ടായ കാലം തൊട്ട് മനുഷ്യരുടെ മധ്യയെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ദൈവ ആളുകളെ വെച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ നൈതിക ധാർമ്മിക ന്യായപ്രമാണം വാമൊഴിയായിട്ട് തലമുറ കൈമാറ്റപ്പെട്ടു. ആദാമിന്റെ സമയം തൊട്ട് BC 400 വരെ വാമൊഴിയായിട്ട് എത്തി. അത് കഴിഞ്ഞത് പിന്നെ വരമൊഴിയായിട്ട് അത് അന്ന് ഓർമ്മയുണ്ടായിരുന്നൊക്കെ എഴുതി. അതിൽ നിന്നാണ് യൂദായുടെ ലേഖനത്തിൽ ഉദ്ധരണി എടുത്തിരിക്കുന്നത്. സോ ന്യായപ്രമാണത്തിൽ കൂടെയാണ് ഈ പാപത്തിന്റെ പരിജ്ഞാനം എന്നുള്ളതിന് നമ്മൾ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ വളരെയധികം വെയിറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ദൈവത്തിന്റെ നൈതിക ധാർമ്മിക ന്യായപ്രമാണം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ലംഘനക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരി എന്ത്, തെറ്റെന്ത്, നീതി എന്ത്, അനീതി എന്ത്, ശുദ്ധം എന്ത്, അശുദ്ധം എന്ത് അതറിയത്തില്ല. അതാണ് ഞാൻ ഈ ജോഷ് മെക്ഡോവലിന്റെ പുസ്തകം പറഞ്ഞതിലെ ആ പശ്ചാത്തലം തന്നിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വേറെ പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹു ആർ യു ടു ഡിസൈഡ്, നീതി എന്ത് അനീതി എന്തെന്ന് തീരുമാനിക്കാൻ നിങ്ങളാര്, ഇങ്ങനെ പല ബുക്സ് ഉണ്ട്. അത് മക്ഡോവലിന്റെ പുസ്തകത്തിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു പുസ്തകമാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി ലഭ്യമാക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവാത്മാവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.